ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമായ അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയാണ്. അവൽ വിളയിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് മട്ട റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത അവലും എടുക്കാവുന്നതാണ്. 2 കപ്പ് അവലിന് 2 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3/4 ബൗൾ ശർക്കര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അവൽ വിളയിച്ചതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള ചുവട് കട്ടിയുള്ള ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊട്ടുകടല ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് പൊട്ടുകടല. ഇതിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകരുത് കേട്ടോ, അങ്ങ് ഹാർഡായി പോകും. ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇത് ആ പച്ചമണം ഒന്ന് മാറിയാൽ മതിയാവും. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഒരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എള്ളൊക്കെ ചേർക്കുമ്പം അവൽ വിളക്കിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എള്ള് മൂക്കുമ്പോൾ അതൊന്ന് പൊട്ടി വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. പാനിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പാനിയാക്കി എടുക്കാനുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. നമ്മൾ പാനിയാക്കിയതിന് ശേഷം അരിച്ചെടുക്കുന്നില്ല. കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പൊടിച്ച ശർക്കരയാണ്. അതിനകത്ത് അഴുക്കൊന്നുമില്ല. നിങ്ങൾ ഉണ്ട ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാനിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരപ്പൊടി നമുക്ക് ഷോപ്പുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ശർക്കര നന്നായിട്ട് തന്നെ പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അവൽ എത്രയാണോ ഞാൻ എടുത്തിരിക്കുന്നത് അത്രയും തന്നെയാണ് തേങ്ങയും എടുത്തിരിക്കുന്നത്. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പാനി ഒരു നൂൽ പരുവൊന്നും ആകണ്ട കേട്ടോ. നമുക്ക് ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അത്രയേ വേണ്ടൂ. പാനി ഒരുപാട് അങ്ങ് മുറുകിപ്പോയാൽ നമ്മുടെ അവൽ വിളയിച്ച് ഒരുപാട് അങ്ങ് ഹാർഡായി പോവും. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശർക്കരപ്പാൻ കുറച്ചും കൂടി വറ്റാനുണ്ട്. അത് കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട. ഇനി നമുക്കിതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. കണ്ടോ, നന്നായിട്ട് തന്നെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലയും നട്ട്സും പിന്നെ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കാണണം. അതിനുശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്